ചേട്ടൻ എന്താ ഈച്ചയൊക്കെ അടിച്ച് നിൽക്കുന്നേ? എന്ത് ചെയ്യാനപ്പൊ ഈച്ച മാത്രം ഇങ്ങോട്ട് വരുന്നുള്ളൂ, വേറെ ആരും വരുന്നില്ല. ഇതും കൂട്ടിട്ട് ഇപ്പൊ 4ാമത്തെ ബിസിനസ്സാ ചെയ്യണം, എല്ലാം പൊട്ടിപ്പോയി. ഓ, മൊത്തം തോൽവിയല്ലേ? എന്നാൽ ഇതെങ്ങനെ എല്ലാം കൂടി പൊട്ടണേന്നൊരു പിടുത്തം കിട്ടണില്ല. ചേട്ടൻ മാർവാടി ബിസിനസ് ഫാമിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെന്ത് ചെയ്ത്? അവരുടെ കയ്യിൽ ഒരു പവർഫുൾ റൂൾ ഉണ്ട്. അതെന്താണെന്ന് അറിയാവോ? അതെന്ത് റൂള്? 1000 days റൂൾ. അവരെന്താ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ 1000 ദിവസത്തിനുള്ളിൽ ആ ഒരു ബിസിനസ്സിനെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ 6 മുതൽ 12 മാസം നമ്മൾ ആ ഒരു പ്രോഫിറ്റിനെ ഫോക്കസ് ചെയ്ത് പോകാനേ പാടില്ല. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ആ ഒരു ബിസിനസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. നമ്മളെ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത 12 മുതൽ 24 വരെയുള്ള ആ ഒരു മാസം, ആ ഒരു ടൈം പീരീഡ് ആണ് ഏറ്റവും ടഫസ്റ്റ് ടൈം പീരീഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ആകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നത് മാത്രമാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു പരീക്ഷണ ഘട്ടമെന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്താണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ ഒരു ബിസിനസ് ക്വിറ്റ് ചെയ്ത് പോകുന്നത്. ചേട്ടനും മുന്നേ ചെയ്ത ആ ഒരു 3 ബിസിനസ്സും ഈ ഒരു സമയത്തായിരിക്കും ക്വിറ്റ് ചെയ്തത്. ഓ, അങ്ങനെയാണല്ലേ? പക്ഷെ ആരൊക്കെയാണോ ആ ഒരു 1000 ദിവസവും കണ്ടിന്യൂസ് ആ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്, അവർ പ്രോബബിളി വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അപ്പൊ ചേട്ടൻ ഈ ഒരു ബിസിനസ് 1000 ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡിയാണോ? ഞാൻ റെഡിയാ. ബോസ് വാല, ബി ദ ബോസ്.